ഹലോ എവ്രി വൺ വെൽക്കം ടു എസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ഹൈബ്രിഡൈസേഷൻ. കെമിക്കൽ ബോണ്ടിങ് എന്ന മൊഡ്യൂൾ നമ്മൾ 2 ക്ലാസ്സസ് കഴിഞ്ഞു അല്ലേ. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഹൈബ്രിഡൈസേഷൻ നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ? The p orbitals used in sp2 hybridization are. നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു അല്ലേ, sp2 sp3 ഒക്കെ പറഞ്ഞു. അപ്പൊ അതില് sp2 ഉപയോഗിക്കുന്ന p ഓർബിറ്റൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ sp2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു s ഉം പിന്നെ 2 p യും അല്ലേ, 2 p ട്ടോ, 2 p എന്നാണ്, 2p അല്ല 2 p. അപ്പൊ ഒരു s ഉം 2 p യും കൂട്ടി നമുക്ക് എന്ത് കിട്ടുന്നത്? sp2 കിട്ടുന്നത്. ഇവിടെ ഏതൊക്കെയാണ് p ഓർബിറ്റൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ s ഉണ്ട്, ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന p ഓർബിറ്റൽസ് py യും pz ഉം ആണ്. ഒന്ന് ഓർത്ത് വെക്കണേ, py യും pz ഉം ആണ്. ഇനി നമ്മൾ sp എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു s ഉം ഒരു p യും കൂടി നമുക്ക് എന്ത് കിട്ടുന്നത്? sp കിട്ടുന്നത്. ഇവിടെയുള്ള p എന്ന് പറയുന്നത് ഏതാണ്? pz ആണ് കേട്ടോ, pz ആണ്. ഒന്ന് ഓർത്ത് വെക്കണം, pz. പിന്നെ sp3 ആകുമ്പോൾ പിന്നെ px ഉം py യും pz മൂന്നും വരും. നമുക്ക് കൺഫ്യൂഷൻ ഉള്ള sp2 ഉം sp ആണ്. sp യിൽ pz ആണ് യൂസ് ചെയ്യുന്നത്, sp2 ലോ py യും pz ഉം ആണ്. ക്ലിയർ ആയെന്ന് ഓർത്തേക്കണം. ഇവിടെ ആൻസർ ഏത് വരാം? py ആൻഡ് pz അല്ലെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ച ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്നാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി നോക്കി. പിന്നെ നമുക്ക് എങ്ങനെ മോളിക്യൂൾ തരാന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ അതുപോലെ അതിന്റെ ജോമെട്രി നമുക്ക് എളുപ്പത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഒരു മോളിക്യൂൾ എടുക്കാം. നമ്മൾ ഫോർ എക്സാമ്പിൾ BF3 എന്ന മോളിക്യൂൾ എടുക്കുകയാണ്. ഓക്കെ, BF3 മോളിക്യൂൾ. എങ്ങനെ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ കാണാം? അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ബോറോണിന്റെ ഓർബിറ്റൽസ് ഒക്കെ എഴുതിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല ഉപയോഗിച്ചും കാണാം. ഇത് ഫോർമുല ഉപയോഗിച്ചും കാണാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിനും ഒന്നുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെത്തേഡ്, ബി എന്ന് പറയുന്നത് ബോറോൺ ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര? അല്ലെങ്കിൽ ബോറോണിന്റെ വാലൻസി എന്ന് പറയുന്നത് എത്ര? വാലൻസ് ഇലക്ട്രോൺസ് കേട്ടോ, ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് പറയുന്നത് 1s2 2s2 2p1 അല്ലേ, അതായത് 3 ആണ് അല്ലേ. ഇവിടെ 3 ആണ് ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ നമ്മൾ 3 എണ്ണം ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ 3 ക്രോസ് ഇട്ട് വെക്കാം. 3 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇനി ഫ്ലൂർ എന്ന് പറയുന്നത്, ഫ്ലൂറിന്റെ വാലൻസ് എന്താ? 1 അല്ലേ, അതായത് ഒരു ഫ്ലൂറിൻ ഒറ്റ ബോണ്ടിൽ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ HF എന്നൊക്കെ ആണെങ്കിൽ ഫ്ലൂറിന് എപ്പോഴും എന്ത് ചെയ്തു? ഒരു ബോണ്ട് ഫോം ചെയ്യുള്ളൂ. ഇവിടെ വേറെ ഒന്നും കൂടി പോസിബിൾ ആണോ? അല്ല, ഫ്ലൂറിന് എന്ത് മതി? ഒറ്റ വാലൻസി ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ 3 ഫ്ലൂറിന് ഇവിടെ കൊടുക്കാം. ഫ്ലൂർ 3 ആണ്, കണ്ടോ? എന്താ ഇവിടെ എത്ര ഇലക്ട്രോൺ പെയർ വന്നു? ഇവിടെ മൊത്തം 3 ഇലക്ട്രോൺ പെയർ അല്ലെ, 1 2 3. ഇവിടെ എന്ത് കിട്ടി? 3 ഇലക്ട്രോൺ പെയർ. ഈ 3 ഇലക്ട്രോൺ പെയർ എന്താണ്? ബോണ്ട് പെയർ ആണ്. 3 ബോണ്ട് പെയർ. ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ 3 ഇലക്ട്രോൺ പെയർ ആണ് ഉള്ളത്. 3 ഇലക്ട്രോൺ പെയർ. അത് 3 ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഒന്നുമില്ല, കറക്റ്റ് ആയിട്ട് ബോണ്ട് ചെയ്ത് പോയി. ഇനി ലോൺ പെയർ വരുന്ന കേസ് നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ എന്താ വ്യത്യാസം വരാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺ പെയർ ആ? 3 ഇലക്ട്രോൺ പെയർ. ഇവിടെ 3 ബോണ്ട് പെയർ ആണ്, 0 ലോൺ പെയർ. ഇങ്ങനെ എഴുതി ഒന്ന് ക്ലിയർ ആവും. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ മൊത്തം ഇലക്ട്രോൺ പെയർ കാണുന്നുണ്ടെങ്കിൽ ബോണ്ട് പെയറും ലോൺ പെയറും കൂടി ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പൊ ലോൺ പെയർ ഒന്നുമില്ല, ബോണ്ട് പെയർ മാത്രമുള്ളൂ. 3 എണ്ണം തന്നെയാണ് നമ്മുടെ ടോട്ടൽ ഇലക്ട്രോൺ പെയർ. 3 എണ്ണം ടോട്ടൽ ഇലക്ട്രോൺ പെയർ കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp2 ആയിരിക്കും. sp2 s ഉം p യും കൂട്ടി 3 എണ്ണല്ല, അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ 3 ഇലക്ട്രോൺ പെയർ ആകുമ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ. നമുക്ക് ജോമെട്രി അറിയണം. ജോമെട്രി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ ടേബിൾ നമ്മൾ റെഫർ ചെയ്യണം. ഈ ടേബിളിൽ sp2 ഉണ്ടാവും. ഈ ടേബിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് sp2 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 ആണ്. ഓക്കെ, അപ്പോൾ ഈ sp2 എന്ന് പറയുമ്പോൾ മൊത്തം എത്ര ഇലക്ട്രോൺ പെയർ ആണ്? മൊത്തം 3 ഇലക്ട്രോൺ പെയർ ആണ്. ഓക്കെ, മൊത്തം 3 ഇലക്ട്രോൺ പെയർ അല്ലേ, അതാണ് sp2 എന്ന് പറയുന്നത്. അതിൽ ലോൺ പെയർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ എന്തായിരിക്കും? ട്രയാഗണൽ പ്ലനാർ ആണ് സ്ട്രക്ചർ വരാം. ഈ 3 ഇലക്ട്രോൺ പെയറിൽ ഒരു ലോൺ പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ മാറും. എന്തായിട്ട് മാറും? ആംഗുലാർ ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് ആയിട്ട് മാറും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രയാഗണൽ പ്ലനാർ ആണെന്നുണ്ടെങ്കിൽ ബോണ്ട് ആംഗിൾ 120 ആണ്. ഇനി ഒരു ലോൺ പെയർ വരുമ്പോഴോ ആ ലോൺ പെയർ കാരണം റിപ്പൽഷൻ കാരണം ബോണ്ട് ആംഗിൾ കുറയും. ലോൺ പെയർ വന്നോ ആ ഒറിജിനൽ ബോണ്ട് ആംഗിൾ കുറയേ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ 120 കുറയും ബോണ്ട് ആംഗിൾ. ഓക്കെ, എത്ര നിങ്ങൾ കുറച്ചൊരു മോളിക്യൂൾ അനുസരിച്ച് ആ കറക്റ്റ് വാല്യൂ ഒക്കെ മാറും. നമുക്ക് 120 കുറയുന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയില്ല. അപ്പൊ 3 ഇലക്ട്രോൺ പെയർ ആണ്, അതിൽ 0 ലോൺ പെയർ ഒന്നുമില്ല. 3 എണ്ണം എന്ത് തന്നെയാണ്? 3 ബോണ്ട് പെയർ ആണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ട്രയാഗണൽ പ്ലാനാർ. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? ഇവിടെ 3 എന്താണ്? ബോണ്ട് പെയർ അല്ലേ, ലോൺ പെയർ ഒന്നുമില്ല. sp2 സ്ട്രക്ചർ എന്തായിരിക്കും? ട്രയാഗണൽ പ്ലാനാർ അല്ലേ. സ്ട്രക്ചർ എന്താ വരാ? ട്രയാഗണൽ പ്ലാനാർ. സ്ട്രക്ചർ എന്ത് വരും? ട്രയാഗണൽ പ്ലാനാർ ആണ് സ്ട്രക്ചർ. അപ്പൊ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
അത് പഠിക്കാൻ വേണം അല്ലേ? അത് ഹൈബ്രിഡൈസേഷൻ പഠിക്കണം. അതിൽ ഇത്ര ലോൺ പെയർ വന്നാൽ ഈ സ്ട്രക്ചർ ആണ്, ലോൺ പെയർ ഒന്നും ഇല്ലെങ്കിൽ ഈ സ്ട്രക്ചർ ആണ്. അങ്ങനെ നമ്മൾ ആ ടേബിൾ ജസ്റ്റ് നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ശീലാവും. ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കണം, പക്ഷെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആവും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ClO3 മൈനസ്, ഇതാണ് മോളിക്യൂൾ ClO3 മൈനസ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ആദ്യം ക്ലോറിൻ ആണ് നമ്മുടെ സെൻട്രൽ ആറ്റം അല്ലേ? അപ്പൊ ക്ലോറിൻ എഴുതാം. 1 2 3 4 5 6. ക്ലോറിൻ എത്രയാണ്? 7 ഇലക്ട്രോൺ ആണ് അല്ലേ? 7 ഇലക്ട്രോൺ ആണ് ക്ലോറിന്റെ ഇവിടെ ഉള്ളത്. ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. ഇവിടെ കൊള്ളില്ല കേട്ടോ, ഒരു മിനിറ്റ്. ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 7 ആണ്. 1 2 3 4 5 6 7 എഴുതി. ഇനി എന്തും കൂടി ഉണ്ട്, 7 എഴുതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ മൈനസ് ചാർജ് ഉണ്ട്. ഈ മൈനസ് ചാർജ് ആണ് നമ്മൾ ഒരു ഇലക്ട്രോൺ ആയിട്ട് എഴുതണം. ഓക്കെ, അതെന്തായിട്ട് എഴുതാം? ഒരു ഇലക്ട്രോൺ കൂടി ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ക്ലോറിൻ ഓൾറെഡി ഉള്ള 7 എഴുതി. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഇലക്ട്രോൺ കൊടുക്കുക. എക്സ്ട്രാ ആണ് കാണുക കേട്ടോ, എക്സ്ട്രാ ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇനി ഓക്സിജൻ. ഓക്സിജന്റെ വാലൻസ് 2 ആണ്. അപ്പോൾ ഒരു ക്ലോറിൻ, 2 ക്ലോറിൻ ആയിട്ട് വേണം ഒരു ഓക്സിജൻ ബോണ്ട് ചെയ്യാൻ. അതായത് ഇങ്ങനെ ബോണ്ട് ചെയ്യും. എങ്ങനെ? ഇങ്ങനെ 2 ക്ലോറിൻ ഒരു ഓക്സിജൻ. ഓക്കെ, ബിക്കോസ് ഓക്സിജന്റെ വാലൻസ് 2 ആണ്. ഇങ്ങനെയാണ് ബോണ്ട് ചെയ്യുക. കണ്ടോ? 2 നമ്മൾ കൊടുക്കണം. ഓക്കെ, 3 ഓക്സിജനും കഴിഞ്ഞു. 3 ഓക്സിജനല്ലേ ഉള്ളൂ. 3 ഓക്സിജൻ ഓക്കെ. ഇത് 2 ക്ലോറിൻ ഒരു ഓക്സിജൻ അങ്ങനെയാണ് വരുന്നത്, ബിക്കോസ് ഓക്സിജന്റെ വാലൻസ് 2 ആണ്. ഇനി ഇവിടെ ബാക്കിയോ? ബാക്കി കണ്ടില്ല. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? ഇതെന്താ? ഇതൊരു ഇലക്ട്രോൺ പെയർ ആണ് അല്ലേ? അതായത് 2 ഇലക്ട്രോൺ അവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ പെയർ. ആ ഒരു ഇലക്ട്രോൺ പെയർ എന്തായിട്ടാണ് നിൽക്കുക? ലോൺ പെയർ ആയിട്ടാണ് നിൽക്കുക. ഇത് ബോണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്സിജൻ ആയിട്ട് ഓൾറെഡി ബോണ്ട് ചെയ്ത് കഴിഞ്ഞു അവിടെ ഉള്ള ഇലക്ട്രോൺസ് ഒക്കെ. ഈ 2 എന്താണ് നിൽക്കുക? ലോൺ പെയർ ആയിട്ട്. 2 വന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഒന്ന് നമ്മൾ ഈ നെഗറ്റീവ് ചാർജും കൂടി കൊടുക്കണം. അങ്ങനെ നമുക്ക് 2 കിട്ടുന്നത്. അപ്പോൾ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ഒരു ലോൺ പെയർ അവിടെ ഉള്ളത്. അപ്പോൾ മൊത്തം ബോണ്ട് പെയർ ഒന്ന്, ഇത് 1 2 3, അങ്ങനെ 3 ബോണ്ട് പെയർ. ഓക്കെ, 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും അല്ലേ? അങ്ങനെ ടോട്ടൽ എത്രയാ? 4 ഇലക്ട്രോൺ പെയർ. 4 ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഹൈബ്രിഡൈസേഷൻ? sp3. ഓക്കെ, 4 വന്ന sp3 ആണ്. പക്ഷെ ഇത് നമ്മൾ ടേബിൾ നോക്കുമ്പോൾ sp3 ആണ് അവിടെ എന്തുണ്ട്? ഒരു ലോൺ പെയർ. അത് നമ്മൾ ടേബിൾ നോക്കി കണ്ടുപിടിക്കണം. ടേബിൾ നോക്കി കണ്ടുപിടിക്കാം. ഇവിടെ കളയാട്ടോ. ടേബിൾ നോക്കുമ്പോൾ sp3 ആണ് ഒരു ലോൺ പെയർ. എന്താ സ്ട്രക്ചർ? പിരമിഡൽ ആണ് സ്ട്രക്ചർ. ഓക്കെ, ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി ആണ്. ശരിക്കും ടെട്രാഹെഡ്രൽ അതിനെക്കാളും കുറച്ചുകൂടി കുറയും. എക്സാക്ട് ബോണ്ട് ആംഗിൾ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ ബോണ്ട് ആംഗിൾ പഠിച്ചേക്കും, പക്ഷെ എല്ലാത്തിനും നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യുക? 109.5 കുറവായി നമുക്കറിയാം. പിരമിഡൽ ആണ് സ്ട്രക്ചർ, അമോണിയക്ക് പോലെ തന്നെ അല്ലേ? ഇവിടെ ലോൺ പെയർ 1 ആണ്. ഇനി 2 ലോൺ പെയർ ഉണ്ടെങ്കിലോ സ്ട്രക്ചർ ബെൻഡ് ആയിട്ട് മാറും. എക്സാമ്പിൾ ആണ് നമ്മുടെ വാട്ടർ H2 മോളിക്യൂൾ ബെൻഡ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചില്ലേ? അവിടെ 2 ലോൺ പെയർ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ടേബിൾ ഞാൻ നമ്മൾ കാര്യമായിട്ട് പഠിച്ചേക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ എന്താ? സ്ട്രക്ചർ പിരമിഡ് അല്ലെ? പിരമിഡൽ സ്ട്രക്ചർ. sp3 ഒരു ലോൺ പെയർ, പിരമിഡൽ. നമുക്ക് അറിയുന്ന ഏതെങ്കിലും മോളിക്യൂൾ എടുത്ത് നോക്കാം. ഓൾറെഡി പഠിച്ചിട്ടുള്ള ഏതെങ്കിലും. ഫോർ എക്സാമ്പിൾ PCl3 എടുത്ത് നോക്കാം അല്ലെ? PCl5 എടുത്ത് നോക്കാം. PCl5 ഏതാണ്? PCl5. ഫോസ്ഫറസിന്റെ വാലൻസ് ഇലക്ട്രോൺ 5 അല്ലെ? അപ്പൊ 1 2 3 4 5. ഇത് ഡയറക്റ്റ് നമുക്കൊന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? 5 ക്ലോറിനെസ്റ്റ് കൊടുത്താൽ മതി. 5 ക്ലോർ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 ഇലക്ട്രോൺ പെയർസ്. 5 വരുമ്പോൾ എന്താണ്? sp3d. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ sp3d ഇവിടെ sp3d അല്ലെ? ഏതാണ്? ലോൺ പെയർ ഒന്നുമില്ല, ബോണ്ട് പെയർ. ഈ 5 എന്താണ്? 5 എന്താ? ബോണ്ട് പെയർ ആണ്. ബോണ്ട് പെയർ 5 ബോണ്ട് പെയർ ആണ്. ലോൺ പെയർ ഒന്നും ഇല്ലെങ്കിൽ ഇതവിടെ സ്ട്രക്ചർ ട്രയാഗണൽ ബൈപിരമിഡ്. ഈ ട്രയാഗണൽ ബൈപിരമിഡ് പ്രത്യേകത ഉള്ളത് ഇത് 2 ടൈപ്പ് ഓഫ് ബോണ്ട് ആംഗിൾ ഇവിടെ വരും. നമ്മൾ sp3ക്കും sp2നും sp2ക്കും ഒരു ടൈപ്പ് ബോണ്ട് ആംഗിൾ മാത്രമേ ഉള്ളൂ. sp ആണെങ്കിൽ 180, sp2 ആണെങ്കിൽ 120, sp3 ആണെന്നുണ്ടെങ്കിൽ sp3 എന്ന് വെച്ചാൽ അങ്ങനെയല്ല സ്ട്രക്ചർ കേട്ടോ. ലോൺ പെയറിനനുസരിച്ച് എന്ത് മാറും? സ്ട്രക്ചർ മാറും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ടെട്രാഹെഡ്രൽ ആണെന്നുണ്ടെങ്കിൽ 109.5 ഡിഗ്രി. അതുപോലെ ട്രയാഗണൽ പ്ലാനാർ ആണെന്നുണ്ടെങ്കിൽ 120 ഡിഗ്രി. ലീനിയർ ആണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി. അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലാണ്ട് sp3 sp2 വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് ഹൈബ്രിഡൈസേഷൻ sp2 ആണെങ്കിലും ലോൺ പെയർ വന്ന സ്ട്രക്ചർ മാറും. അത് ഹൈബ്രിഡൈസേഷൻ sp3 ആണെങ്കിലും ലോൺ പെയർ വന്ന ടെട്രാഹെഡ്രലിന് ബെൻഡ് ഒക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് സ്ട്രക്ചറിനാണ് ബോണ്ട് ആംഗിൾ ഉള്ളത്. സ്ട്രക്ചർ മാറുമ്പോൾ ബോണ്ട് ആംഗിൾ മാറും. ഹൈബ്രിഡൈസേഷൻ സെയിം ആയിരിക്കും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിക്കാം. നമ്മുടെ PCl ഈ പറഞ്ഞ സാധനം PCl5 അല്ലെ? PCl5 എങ്ങനെ വരുന്നത്? P ഇവിടെ ഉണ്ട്. P ആണ് നമ്മുടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് ഇവിടെ ക്ലോറിൻ
ക്ലോറിൻ ക്ലോറിൻ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കണ്ടോ. ഇനി ഈ 3 ബോണ്ട് ഇല്ല, അതായത് ഈ 3 ബോണ്ട് ഏതൊക്കെയാണ്? ഈ 3 ബോണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഈ 3 ബോണ്ട് ഇത് കണ്ടോ, ഇതൊരു പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഈ 3 ബോണ്ടാണ് പറയുന്നത്. ഇത് 3 കൂടി എന്താ, ഇതൊരു പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്താണ്? ഇവിടെ 120 ഡിഗ്രി ആണ് ബോണ്ട് ആംഗിൾ വരാം. ഓക്കെ, ഇനി ഈ 2 ബോണ്ട്, ഈ പി സി രണ്ട് ബോണ്ട് കണ്ടോ, പി സി എൽ ബോണ്ടുകൾ, ഇത് ആക്സിയൽ ബോണ്ടാണ്. മറ്റേത് ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയാം. 3 പി സി എൽ ബോണ്ട്, 3 എന്താണ്, 3 പി സി എൽ ബോണ്ട് ഇക്വറ്റോറിയൽ ആണ്. ഇക്വറ്റോറിയൽ. 2 പി സി എൽ ബോണ്ട് എന്താണ്, ആക്സിയൽ ആണ്. ഇവിടെ ആംഗിൾ എത്ര വരും? ഇവിടെ ആംഗിൾ വരെ 90 ഡിഗ്രി ആണ്. കണ്ടോ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് ആംഗിൾസ് ഉണ്ട് ഇവിടെ. ഒന്ന് ആക്സിയൽ ആംഗിൾ, അത് 90 ഡിഗ്രി ആയിരിക്കും. ഇക്വറ്റോറിയൽ ആംഗിൾ ആണെങ്കിലോ, എന്ന് വെച്ചാൽ ഇക്വറ്റോറിയൽ ബോണ്ടിനും ആക്സിയൽ ബോണ്ടിനും ഇടയിലുള്ള ആംഗിൾ ആണ് 120 ഡിഗ്രി. 2 ഇക്വറ്റോറിയൽ ബോണ്ടിനും ഇടയിലുള്ള ആംഗിൾ ആണ് പോയി ഇക്വറ്റോറിയൽ ബോണ്ടിന്റെയും ആക്സിയൽ ബോണ്ടിന്റെയും ഇടയിലുള്ള ബോണ്ട് 90 ഡിഗ്രി ആണ്. 2 ഇക്വറ്റോറിയൽ ബോണ്ടിന് ഇടയിലുള്ള ആംഗിൾ ആണ് 120 ഡിഗ്രി. അങ്ങനെയാണ് ഇവിടെ 2 ടൈപ്പ് ഓഫ് ബോണ്ടുകൾ വരുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഈ ഒരു ട്രയാഗണൽ സ്ട്രക്ചർ എന്താ? ട്രയാഗണൽ ബൈപിരമിഡ്. ട്രയാഗണൽ ബൈപിരമിഡ്. ഓക്കെ അല്ലേ? ഇതൊന്ന് ഓർത്ത് വെക്കണം. ക്ലിയർ ആയി? ഇനി നമുക്ക് വേറെ എന്തെങ്കിലും എക്സാമ്പിൾ നോക്കാന്നുണ്ടെങ്കിൽ, ലോൺ പെയർ വരുന്ന ഒരു ടൈപ്പ് മോളിക്യൂൾ നോക്കാന്നുണ്ടെങ്കിൽ, ലോൺ പെയർ വരുന്നത് അമോണിയ എടുത്ത് നോക്കാം. അമോണിയ എടുത്ത് നോക്കി നമുക്ക് കിട്ടിയത് കറക്റ്റ് ആണോ വേണ്ടി നോക്കാം. അമോണിയ നോക്കാന്നുണ്ടെങ്കിൽ NH3 അല്ല അമോണിയ. അമോണിയ നൈട്രജൻ എത്രയാണ്? നൈട്രജൻ ബാലൻസ് ഇലക്ട്രോൺ 5 ആണ് അല്ലെ. 5 എഴുതി. 3 ഹൈഡ്രജൻ വന്നു. പിന്നെ ഇവിടെ ഒരു ലോൺ പെയർ. ഇവിടെ 3 ഹൈഡ്രജൻ, ഒരു ലോൺ പെയർ അല്ലെ. മൊത്തം എത്രയായി? 3 ബോണ്ട് പെയറും പിന്നെ ഒരു ലോൺ പെയറും കൂട്ടിയിട്ട് അല്ലെ. ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, 3 ബോണ്ട് പെയർ ഉണ്ട്, കൂട്ടി മൊത്തം എത്ര? 4 ഇലക്ട്രോൺ പെയർ. 4 വന്ന sp3. പിന്നെ sp3 ആണ് ടെട്രാഡ്രൽ ആണ് ഒറിജിനലി വരേണ്ടത്. പക്ഷെ ഒരു ലോൺ പെയർ ഉള്ളതുകൊണ്ട് സ്ട്രക്ചർ എന്തായിട്ട് മാറും? പിരമിഡൽ ആയിട്ട് മാറും. ഇതിന് അമോണിയന് ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി ആയിട്ട്. അമോണിയ ഓർത്ത് വെക്കണം ബോണ്ട് ആംഗിളെ. 107 ഡിഗ്രി ആണ്. വാട്ടർ ഓർത്ത് വെക്കണം. H2 ന്റെ ബോണ്ട് ആംഗിൾ 104 ഡിഗ്രി ആണെന്ന് എനിക്ക് തോന്നുന്നു. 104 ഡിഗ്രി 104 27 മിനിറ്റ്. ഇതാണ് H2. അമോണിയ H2 എന്ന് ബോണ്ട് ആംഗിൾ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയപ്പോൾ ഇത്രയാണ്. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏത് മോളിക്യൂൾ കിട്ടി നമുക്ക് ഈ മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കാം? ഹൈബ്രിഡൈസേഷനും ജോമെട്രിയും കണ്ടുപിടിക്കാം. കണ്ടോ, ഈ സ്ട്രക്ചർ sp ആണെന്നുണ്ടെങ്കിൽ ലീനിയർ അല്ലെ. പോസിബിലിറ്റീസ് പറയുന്നത് കേട്ടോ. ലോൺ പെയർ വരുമ്പോൾ മാറ്റങ്ങളൊക്കെ. sp എന്നുണ്ടെങ്കിൽ ലോൺ പെയർ ഒന്നും ഉണ്ടാവില്ല. അവിടെ ജോമെട്രി എപ്പോഴും ലീനിയർ ആയിരിക്കും. ബോണ്ട് ആംഗിൾ 180. sp2 നമ്മൾ പറഞ്ഞു ട്രയാംഗുലർ പ്ലാനർ, അതുപോലെ ആംഗുലർ ഷേപ്പ്. ഒരു ലോൺ പെയർ വരുമ്പോൾ ആംഗുലർ അല്ലെങ്കിൽ വി ഷേപ്പ്. sp3 ആകുമ്പോൾ ലോൺ പെയർ ഇല്ലെങ്കിൽ ടെട്രാഡ്രൽ. ബോണ്ട് ആംഗിൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ലോൺ പെയർ പിരമിഡൽ, 2 ലോൺ പെയർ ബെൻഡ്. വാട്ടർ ഒക്കെ എന്താ? ബെൻഡ് അല്ലെ. 2 ലോൺ പെയർ വാട്ടർ ആണ്. അപ്പോൾ അമോണിയന്റെ കണ്ടില്ലേ ആംഗിൾ എത്ര നമ്മൾ പറഞ്ഞു? അമോണിയ 107 ഡിഗ്രി. വാട്ടർ ഒന്നും കൂടി കുറഞ്ഞു, 104 ആയി. കാരണം 2 ലോൺ പെയർ വന്നു. അപ്പൊ റിപ്പൽഷൻ കൂടി. റിപ്പൽഷൻ കൂടുന്നതനുസരിച്ച് ബോണ്ട് ആംഗിൾ കുറയും. ഓക്കെ, പിന്നെ അതിലും അതായത് 3 ലോൺ പെയർ വരുമ്പോൾ 3 ലോൺ പെയറും ഒറ്റ ബോണ്ട് പെയറും, ആ കേസും ടോട്ടൽ 4 ആണല്ലോ. അപ്പോൾ ഒരു ബോണ്ട് പെയർ 3 ലോൺ പെയർ വരുന്ന കേസിൽ എന്താണ്? സ്ട്രക്ചർ ലീനിയർ ആയിട്ട് മാറും. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. ഇനി നമ്മൾ sp3d ആണെന്നുണ്ടെങ്കിലോ, ലോൺ പെയർ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ PCl5 ഒക്കെ പറഞ്ഞ പോലെ എന്ത് കിട്ടും? ട്രയാംഗിൾ ബൈപിരമിഡ് കിട്ടും. 2 ടൈപ്പ് ഓഫ് ആംഗിൾ ഒക്കെ ഉണ്ട്. ഒരു ലോൺ പെയർ വരുന്ന കേസിലാണെങ്കിൽ സീസോ ആണ് ഷേപ്പ് കേട്ടോ. ഒരു ലോൺ പെയർ വരുമ്പോൾ സീസോ. നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. ഇവിടെ ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടും രണ്ടും എന്ത് ചെയ്യും? ബോണ്ട് ആംഗിൾ കുറയും. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ് മുകളിലൊക്കെ. ഇനി 2 ലോൺ പെയർ വന്നാലോ ടി ഷേപ്പ് ആയിട്ട് മാറും. അങ്ങനത്തെ മോളിക്യൂൾസ് ഉണ്ട് ടി ഷേപ്പ് ഉള്ളത്. അവിടെ ആംഗിൾ കുറയും. ഓക്കെ, പിന്നെ 3 ലോൺ പെയർ വരുമ്പോൾ ലീനിയർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അവിടെ എന്താണ്? 180 ഡിഗ്രി ആയിട്ട് മാറും. ടി ഷേപ്പ് ആകുമ്പോൾ എല്ലാത്തിന്റെ ആംഗിൾ 90 ഡിഗ്രി കുറയും കേട്ടോ. ടി ഷേപ്പിൽ ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് കുറയും. ഒറ്റ ടൈപ്പ് ഓഫ് ആംഗിൾ ഉണ്ടാവുള്ളൂ. പിന്നെ ലീനിയർ ആകുമ്പോൾ ഒറ്റ ടൈപ്പ് ഓഫ് ആംഗിൾ തന്നെ ഉള്ളൂ, 180 ഡിഗ്രി ആയിരിക്കും. sp3d. നമുക്ക് sp3d2 എന്നുണ്ടെങ്കിൽ ബോണ്ട് പെയർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലോൺ പെയർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്ടാഹൈഡ്രൽ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആണ്. നമ്മുടെ sf6 ഒക്കെ അല്ലേ, sf6 ഇതൊക്കെ എന്താണ്? ഒക്ടാഹൈഡ്രൽ ആണ്. ഒരു ലോൺ പെയർ വരുമ്പോൾ സ്ക്വയർ പിരമിഡൽ ആയിട്ട് മാറും, 90 ഡിഗ്രി ആയിട്ട് കുറയും. 2 ലോൺ പെയർ വരുമ്പോൾ സ്ക്വയർ പ്ലാനാറും. സ്ക്വയർ പ്ലാനാറും എന്ത് തന്നെയാണ്? 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണ്. ഓക്കെ, sp3d3 ആകുമ്പോൾ നമുക്ക് അത്ര കോമൺ അല്ല, എന്നാലും പെന്റഗണൽ ബൈപിരമിഡ് ആണ്. 2 ബോണ്ട് ആംഗിൾ വരും, 70 to 90. പിന്നെ ഇതിൽ ഒരു ലോൺ പെയർ വരുമ്പോൾ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹൈഡ്രൽ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ പേര് നോക്കിയേ. പെന്റഗണൽ ബൈപിരമിഡിൽ അതിൽ ഒരു ലോൺ പെയർ വരികയാണെങ്കിൽ sp3d3 ഒരു ലോൺ പെയർ വരുമ്പോൾ അതിന്റെ പേര് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹൈഡ്രൽ ആട്ടോ. നമ്മൾ വിചാരിക്കും ഒക്ടാഹൈഡ്രലിന് ലോൺ പെയർ വരുമ്പോഴാണ് ഈ ഡിസ്റ്റോർട്ടഡ് വരുന്നത്. അങ്ങനെയല്ല, പെന്റഗണൽ ബൈപിരമിഡിൽ അതിൽ ലോൺ പെയർ വരുമ്പോഴാണ് ഡിസ്റ്റോർട്ടഡ് വരുന്നത്. ഓക്കെ, 70 to 90 തന്നെ ആംഗിൾസ്.
അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് മെയിനായിട്ട് തുടക്കത്തിലുള്ള ഒരു sp3 ഡേറ്റ് വരെയാണ് കാര്യമായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്വയർ പ്ലാനർ ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് ക്ലിയർ ആയില്ലേ? ഇതാണ് ഈ ടേബിൾ വളരെ യൂസ്ഫുൾ ആണ്. ഇത് മാത്രം റെഫർ ചെയ്താൽ മതി. നമുക്ക് ഇതിൽ ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇനി പ്രീവിയസ് ക്വസ്റ്റിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഈ കൺസെപ്റ്റ് ഒക്കെ പഠിച്ചു, ഹൈബ്രിഡൈസേഷന്റെ ജോമെട്രി കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ദ ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ ആറ്റം ഇൻ HCF4 ആൻഡ് SF4R എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷനിൽ കാണുന്നത് ഡി കണ്ടോ? ഇത് നമുക്ക് നമ്മളെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ ഇതങ്ങനെ വരാറില്ല. അത് കൂടുതലും കോർഡിനേഷൻ കോമ്പൗണ്ടിലാണ് ഈ ഒരു DSP നമുക്ക് വരാറ്. ഈ കേസിൽ അങ്ങനെ വരാറില്ല കേട്ടോ. അതുകൊണ്ട് മിക്കവാറും അത് ആൻസർ ആയിട്ട് അങ്ങനെ വരില്ല. പക്ഷെ കോർഡിനേഷൻ പഠിക്കാൻ നമുക്ക് അതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് പറഞ്ഞുള്ളൂ, ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. എങ്ങനെയാണ്? ഓക്കെ, HCF4 ഉം SF4 ആണ് നോക്കേണ്ടത്. ജോമെട്രി ഹൈബ്രിഡൈസേഷനും ആണ്. അപ്പൊ ഇപ്പോൾ പഠിച്ച പോലെ തന്നെ എന്ത് എഴുതാം? കണ്ടുപിടിക്കാം. HCF4 അല്ലേ? X പറഞ്ഞ സെനോൺ ആണ് ഇവിടെ സെൻട്രൽ ആറ്റം. സെനോൺ ഏതാണ്? നോബിൾ ഗ്യാസ് അല്ലെ? അതിന്റെ വാലൻസ് എത്രയാ? ഇവിടെ കൊള്ളില്ലാന്ന് തോന്നുന്നു, അപ്പുറത്തേക്ക് എഴുതാം കേട്ടോ. സെനോണിന്റെ വാലൻസ് എന്ന് പറയുന്നത് X1 8 അല്ലേ? 1 2 3 4 5 6 7 8 കംപ്ലീറ്റ്ലി ഫിൽ 8 അല്ലേ? 1 2 3 4 5 6 7 8 സെനോൺ. ഫ്ലൂറിന് എത്ര ഉണ്ട്? ഫ്ലൂറിൻ 4 എണ്ണേ ഉള്ളൂ അല്ലെ? 4 ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ വാലൻസ് 1 ആയതുകൊണ്ട് ഫ്ലൂറിൻ 4 എണ്ണം. എത്ര ബോണ്ട് പെയർ എത്രയാ? 4 ബോണ്ട് പെയർ അല്ലെ? 4 ബോണ്ട് പെയർ കിട്ടി. ഇനി 4 ആണ് കേട്ടോ, 9 പോലെ ആയി. ഓക്കെ, 4 ബോണ്ട് പെയർ കിട്ടി. ഇനിയോ ലോൺ പെയറോ? 2 എണ്ണം. ഇങ്ങനെയാണ് ലോൺ പെയർ എടുക്കേണ്ടത്. ലോൺ പെയർ 2 എണ്ണം ഒരു ലോൺ പെയർ എടുക്കണം. ഇവിടെയും ഒരു ലോൺ പെയർ. ടോട്ടൽ എത്രയായി? 4 + 1 + 1 എന്ന് പറയുമ്പോൾ 6 ഇലക്ട്രോൺ പെയർ ആണ് മൊത്തം. അയ്യോ, ഇത് നമുക്കിനി SF4 കൂടി ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് സൈഡിൽ എഴുതാം. ഓക്കെ, ഇവിടെ എത്ര കിട്ടി? 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും കൂട്ടിയിട്ട് മൊത്തം എത്ര കിട്ടി? 6 ഇലക്ട്രോൺ പെയർ നമുക്ക് കിട്ടി. കിട്ടിയില്ലേ? 6 എണ്ണം വന്ന ഏതാ സ്ട്രക്ചർ? നമ്മൾ ഇവിടെ നോക്കിയേ, ടോട്ടൽ 6 എണ്ണം വരുമ്പോ അല്ലെ? ടോട്ടൽ 6 എണ്ണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ 6 എണ്ണം വന്നു കഴിഞ്ഞാൽ ഏതാണ്? sp3d2 ആണ്. മൊത്തം 6 എണ്ണം വന്നു കഴിഞ്ഞാൽ അതിൽ ലോൺ പെയർ ഇവിടെ എത്ര നമുക്ക് കിട്ടിയേ? ലോൺ പെയർ 2 എണ്ണം അല്ലേ? 2 ലോൺ പെയർ വരുമ്പോ അവിടെ സ്ട്രക്ചർ എന്തായിട്ട് മാറും? സ്ക്വയർ പ്ലാനർ ആയിട്ട് മാറും. കണ്ടില്ലേ? എളുപ്പമല്ലേ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് HCF4 എന്നുള്ളത് എന്താന്ന് മനസ്സിലായി? സ്ക്വയർ പ്ലാനർ മനസ്സിലായി. ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ ഓപ്ഷനിൽ HCF4 സ്ക്വയർ പ്ലാനർ ഉള്ള 2 ഓപ്ഷൻ ഉണ്ട് അല്ലെ? ഇതുണ്ട്, ഇതുണ്ട്. ഇനി ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d2. യെസ്, അത് കറക്റ്റ് ആണ്. അപ്പൊ ഇനി A ആണോ C ആണോ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ SF4 കാണണം. SF4 2 ഓപ്ഷൻസ്, ഒന്ന് ടെട്രാഡ്രൽ അല്ലെങ്കിൽ സീസോ. ഏതാ നോക്കാം അല്ലെ? SF4 കാണുന്നുണ്ടെങ്കിൽ സൾഫറിന്റെ വാലൻസി, സൾഫർ വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺ എത്ര? സൾഫർ 6 അല്ലേ? 1 2 3 4 5 6 6. ഓക്കെ, ഫ്ലൂറിൻ അഗൈൻ ഫ്ലൂറിനാണ് എളുപ്പം ചെയ്യാം അല്ലെ? 4 എണ്ണം ഫ്ലൂറിൻ, 4 എണ്ണം, 4 ഫ്ലൂറിൻ. ഇനിയോ ഇവിടെ ഒറ്റ ലോൺ പെയർ, ലോൺ പെയർ 1. ബോണ്ട് പെയറോ? ബോണ്ട് പെയർ 4 ബോണ്ട് പെയർ, ഒരു ലോൺ പെയർ. ടോട്ടൽ എത്ര കിട്ടിയപ്പോ? 5 ഇലക്ട്രോൺ പെയർ. 5 എണ്ണം വന്ന സ്ട്രക്ചർ ഏതാ? 5 എണ്ണം sp3d ആണ്. 5 എണ്ണം വന്ന sp3d അല്ലെ? 5 ഇലക്ട്രോൺ പെയർ വന്ന sp3d. സോ അതിൽ തന്നെ എത്ര ലോൺ പെയർ പറഞ്ഞാൽ ഒരു ലോൺ പെയർ അല്ലെ? ഒരു ലോൺ പെയർ. 5 എണ്ണം ഒരു ലോൺ പെയറും ഏതാണ് സ്ട്രക്ചർ? അയ്യോ മാറിപ്പോയി. ഇവിടെ ഓക്കെ, 5 എണ്ണം ഒരു ലോൺ പെയറും ഏതാ സ്ട്രക്ചർ? യെസ്, സീസോ അല്ലെ? സ്ട്രക്ചർ എന്താ? സീസോ ആണ്. sp3d ആണ് ഒരു ലോൺ പെയർ സ്ട്രക്ചർ സീസോ. സോ sp3d ഇതാ, sp3d ഉണ്ട്, സീസോ. ഇതാണ് ആൻസർ. നമ്മൾ ഫൈനൽ ആൻസർ ഇതാ കേട്ടോ. സിമ്പിൾ അല്ലേ? ടെട്രാഡ്രൽ ഒന്നും വരൂല. ചെയ്യാൻ എന്തൊരു എളുപ്പം. നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താ വരിക? sp3d. ഇവിടെ സ്ട്രക്ചർ sp3d2. ഓക്കെ, ഇനി ഒരു ചോദ്യം. അഗൈൻ സെയിം മോഡൽ ഓഫ് ചോദ്യം തന്നെയാണ് കേട്ടോ. ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ ഇത്രയും 3 എണ്ണം ഉണ്ട്. 3 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം. സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും കണ്ടുപിടിക്കണം. നമുക്ക് ഈ മെത്തേഡിലോട് സത്യം പറഞ്ഞാൽ എളുപ്പം കിട്ടും. മറ്റേ ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നമുക്ക് ആദ്യം വേറെ വേറെ BRF നമുക്ക് കൂട്ടത്തിൽ ചെയ്യാൻ എളുപ്പമുള്ളത് ഞാൻ മറ്റേ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, XeOF2 കേട്ടോ. ഈ മോളിക്യൂൾ നമുക്ക് ചെയ്ത് നോക്കാം. XeOF2 പുതിയ പേജ് എടുക്കാം. ഇവിടെ എന്തായാലും കൊള്ളില്ല. XeOF2 ആണ്. XeOF2 ഇതിന്റെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓപ്ഷൻസ് പിന്നെ നോക്കാം. നമുക്ക് ജസ്റ്റ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. XeOF2 സെൻട്രൽ ആറ്റം സെനോൺ ആണ് അല്ലെ? അഗൈൻ 8 ഇലക്ട്രോൺ. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ. ഓക്കെ,
ഇനി ഓക്സിജന്റെ വാലൻസ് എത്ര 2 ആണ്. അപ്പോൾ ഒരു ഓക്സിജന് 2 എണ്ണം. ഇവിടെ ഒരു ഓക്സിജൻ വന്നു. ഇനി ഫ്ലൂറിൻ ഒരു ബോണ്ട് ഫോം ചെയ്യുള്ളൂ, വാലൻസ് 1 ആണ്, 2 ഫ്ലൂറിൻ. ഇനി ഇവിടെ 2 ലോൺ പെയറും, ബാക്കി 2 എണ്ണം ലോൺ പെയർ ആണ്. ഇതാ ഒരു ലോൺ പെയർ ഇവിടെ, ഒരു ലോൺ പെയർ ഇവിടെ. ബോണ്ട് പെയർ എണ്ണ എടുക്കുമ്പോൾ തെറ്റാൻ പാടില്ല. ഇത് ഒരു ബോണ്ട് പെയർ ആണ്. ഇത് രണ്ടാമത്തെ ബോണ്ട് പെയർ, ഇത് മൂന്നാമത്തെ ബോണ്ട് പെയർ. മൊത്തം 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അങ്ങനെ എത്ര കിട്ടി? 5 ഇലക്ട്രോൺ പെയർ ആണ് ടോട്ടൽ ഉള്ളത്. 5 എണ്ണം എന്താ ഹൈബ്രിഡൈസേഷൻ? sp3d. ഓക്കെ, അപ്പൊ 5 sp3d കിട്ടി. ഇനി 2 ലോൺ പെയർ ഉണ്ട്. അപ്പൊ sp3d യിൽ 2 ലോൺ പെയർ വന്നാൽ എന്ത് വരും? sp3d യും മായ്ക്കട്ടെ കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, sp3യും 2 ലോൺ പെയർ വന്ന ഷേപ്പ് എന്താ? ടി ഷേപ്പ് അല്ലെ? ടി ഷേപ്പ് ആണ് ആൻസർ. ഇവിടെ എന്ത് വരും? ടി ഷേപ്പ്. ഷേപ്പ് എന്താണ്? ടി ഷേപ്പ്. അത് ജസ്റ്റ് ഒന്ന് ഓപ്ഷനിലുണ്ടോ നോക്കാം. XOF2 അല്ലേ? XOF2 1 ആണ്. ആൻസർ എന്താ? sp3d. നമ്മൾ പറഞ്ഞ sp3d 1b ഉള്ള ആൻസർ. 1b യുടെ 2 എണ്ണം ഉണ്ട് അല്ലെ? പിന്നെ സ്ട്രക്ചർ ഇപ്പൊ എന്താ പറഞ്ഞ നമ്മള്? ടി ഷേപ്പ്. അപ്പൊ ബിയും പിന്നെ 1ഉം അല്ലെ? 1 XOF2 sp3d ടി ഷേപ്പ് 1 ഇതാ. ഈ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ തോന്നുന്നു എനിക്ക് അല്ലെ? 1 കറക്റ്റ്. ഈ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമേ 1b1 വരുന്നുള്ളൂ. ഇവിടെ 1b3 കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. നമുക്ക് പിന്നെ ശരിക്കും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും എന്താ POCl3 കൂടി നമുക്ക് ചെയ്യാം. BRFI എളുപ്പമല്ലേ? നമുക്ക് POCl3 2 ആറ്റംസ് അവിടെ വരുന്നുണ്ട് അറ്റാച്ച് ചെയ്തിട്ട്. അതുകൊണ്ടാണ് നമുക്ക് അതും ചെയ്ത് നോക്കാം ജസ്റ്റ് വേണമെങ്കിൽ. സ്പീഡിൽ ചെയ്ത് നോക്കാം. നമുക്ക് സെയിം തിങ് നമ്മൾ പിന്നെയും ചെയ്യുമ്പോൾ നമുക്ക് എന്താ കുറച്ച് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? ഒരേ കാര്യം നമ്മൾ ചെയ്യുന്നത്. എന്നാലും ഒന്നും കൂടി തറവ് നമുക്ക് POCl3 ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോ ഏതായിരുന്നു? XCOF2 ആയിരുന്നു കേട്ടോ. POCl3 അല്ലേ ഫോർമുല? POCl3 തന്നെ. ഓക്കെ, ജസ്റ്റ് ചെയ്ത് നോക്കാം. ഫോസ്ഫറസ് അല്ലേ? ഫോസ്ഫറസ് പറയുമ്പോൾ 5 അല്ലേ? 5 എണ്ണം. ഓക്സിജൻ 2 എണ്ണം. ഒരു ഓക്സിജൻ 2 എണ്ണം. Cl3 3 എണ്ണം. ഓക്കെ, ഇപ്പൊ എന്തുള്ളൂ? ഇവിടെ ലോൺ പെയർ ഒന്നുമില്ല അല്ലെ? ഇവിടെ എത്ര? 4 ബോണ്ട് പെയർ. അതുകൊണ്ട് ടോട്ടൽ ആയിട്ട് 4 ഇലക്ട്രോൺ പെയർ. ഹൈബ്രിഡൈസേഷൻ sp3. വേറെ ലോൺ പെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ട്രക്ചർ എന്ത് വരും? ടെട്രാഹെഡ്രൽ വരും അല്ലെ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട നോക്കാം. നമുക്ക് കിട്ടിയ ഓപ്ഷൻ ബി ആയിരുന്നില്ലേ? അതായത് 3 ഓപ്ഷൻ. 3 എന്ന് പറയുന്നത് 3. POCl3 എന്തായിരിക്കണം? sp3 ആയിരിക്കണം. D സ്ട്രക്ചർ 3. ഇതാണോ? 3d3 ആണോ ഇവിടെ? കറക്റ്റ് അല്ലെ? 3d3. നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണ്. 3d3 വന്നു. ഓക്കെ, ഇനി BRF നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. തന്നെ ആയിരിക്കും വരാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൊരു വേറെ കൺസെപ്റ്റ് ആണ്, വേറെ ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് s character of orbital of central atom which overlaps with orbital of hydrogen in NH3 PH3 H2s. ഓക്കെ, ഇതെന്താ ചോദ്യം? 3 മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. NH3യും PH3യും H2sഉം. NH3 PH3 ആൻഡ് H2s. അപ്പൊ ഇവിടെ ഈ 3 മോളിക്യൂൾസിലും ഹൈഡ്രജൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ സെൻട്രൽ ആയിട്ട് ഏതൊക്കെയാ? നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഉണ്ട്. മൂന്നിലേക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഹൈഡ്രജനുമായിട്ടാണ് ഇത് 3 ഓവർലാപ്പ് ചെയ്യുന്നത്. അത് ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് s ക്യാരക്ടർ ആണ്. ഈ ഓർബിറ്റലിന്റെ ഈ സെൻട്രൽ ആറ്റം N-ന്റെയും P-ന്റെയും S-ന്റെയും അതാണല്ലോ സെൻട്രൽ ആറ്റം, അതിന്റെ ഓർബിറ്റലിന്റെ ഇൻക്രീസിംഗ് s ക്യാരക്ടർ അതിനെ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം, ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ പെർസെന്റേജ് s ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. പക്ഷെ ഇവിടെ പെർസെന്റേജ് p ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ്. അതായത് നമ്മൾ ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത് ഈ 3 മോളിക്യൂളിന്റെയും ബോണ്ട് ആംഗിൾ ആണ്. ആ ബോണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് s ക്യാരക്ടർ predict ചെയ്യാൻ പറ്റും. അതായത് ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്താൽ s ക്യാരക്ടറും കുറയും. ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? p ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ബോണ്ട് ആംഗിളും പെർസെന്റേജ് s ക്യാരക്ടറും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇനിയോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ വേണമെങ്കിൽ പിക്ക് എങ്ങനെ എഴുതാം? 1/% p എന്നൊക്കെ എഴുതാം. പക്ഷെ മനസ്സിലാൻ വേണ്ടി പിക്ക് എങ്ങനെയാണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അതായത് ബോണ്ട് ആംഗിൾ കൂടുമ്പോൾ p കുറയും, അല്ലെങ്കിൽ ബോണ്ട് ആംഗിൾ കുറയുമ്പോൾ p കൂടും. ഓക്കെ, ഓപ്പോസിറ്റ് ആണ്. എസും ബോണ്ട് ആംഗിളും ഡയറക്റ്റ് റിലേഷൻ ആണ്. അപ്പൊ അത് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇതിന്റെയൊക്കെ സ്ട്രക്ചർ, ബോണ്ട് ആംഗിൾ അറിയണം ആദ്യം. NH3 സ്ട്രക്ചർ പിരമിഡൽ. അതിന്റെ പിരമിഡൽ നമ്മൾ കുറേ വട്ടം പറഞ്ഞു. ഇതിന്റെ ബോണ്ട് ആംഗിൾ എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയായിരുന്നു? 107 ഡിഗ്രി ആയിരുന്നു. ഇനി PH3ന്റെ ബോണ്ട് ആംഗിൾ നമുക്കൊന്ന് അറിയണം. PH3 സ്ട്രക്ചർ തന്നെയാണ്, പിരമിഡലിനാണ് കേട്ടോ. പിരമിഡലിനാണ്. പക്ഷെ ഇതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 93 ഡിഗ്രി, നല്ലോണം കുറയും. 93 ഡിഗ്രി ആണ്.
ഇനി H2S എന്ന് പറയുന്നത് ബെൻഡ് ആ സ്ട്രക്ചർ, ബെൻഡ് ആണ്, വാട്ടർ പോലെ ബെൻഡ് ആണ് H2S. ഇത് രണ്ടും എന്താ? ഇത് രണ്ടും പിരമിഡലാ. ഇത് ബെൻഡ് ആണ്. ഇത് ബെൻഡ് ആയതുകൊണ്ട് ഇതിന് ഒന്നുകൂടി കുറയും ബോണ്ട് ആംഗിൾ 92 ഡിഗ്രി. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ കേസിൽ ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ ഏതിനാ? H2S നാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഏറ്റവും കുറവ് എന്തായിരിക്കും? പേഴ്സണേജ് എസ് ക്യാരക്ടർ ആയിരിക്കും. പിന്നെ PH3, പിന്നെ NH3, ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ഓപ്ഷൻ ഏതാ വരാ? പേഴ്സണേജ് എസ് ക്യാരക്ടർ ഏറ്റവും കുറവ് H2S ന്, ബിക്കോസ് ഇതിന്റെ ബോണ്ട് ആംഗിൾ ഏറ്റവും കുറവാണ്. പിന്നെ PH3, പിന്നെ NH3. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാ കേട്ടോ. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. ഈ NH3 യും PH3 യും രണ്ടും പിരമിഡലാണ്. സ്റ്റിൽ PH3ക്ക് ബോണ്ട് ആംഗിൾ ഇത്രയും കുറയുന്ന ഒരു റീസൺ ഈ നൈട്രജന് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണമാണ്. നൈട്രജൻ ഒന്നുകൂടി ഇലക്ട്രോനെഗറ്റീവ് ആണ്, അത് ബോണ്ട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യും. അതുകൊണ്ടാണ് NH3ക്ക് എന്ത് ചെയ്യുന്നത്? ബോണ്ട് ആംഗിൾ കൂടുന്നത്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് ഓർത്ത് വെക്കാം. നമുക്ക് എല്ലാ കോമ്പൗണ്ട് ഇതുപോലെ ബോണ്ട് ആംഗിളും നമുക്ക് ഓർത്തിക്കാൻ പോസിബിൾ അല്ല, പക്ഷെ കോമൺ ആയിട്ടുള്ള കുറച്ചാണ്. അപ്പൊ വാട്ടർ, അമോണിയ, അങ്ങനത്തെ ഓർത്തേക്ക്. ഇവിടെ PH3 കൂടി എന്ത് ചെയ്യാമെന്ന് ഓർത്തേക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. അതൊന്നും നമുക്ക് ഒന്ന് ഓർത്തേക്കണം. പിന്നെ അടുത്തത് സെയിം മോഡൽ അടുത്ത ചോദ്യമാണ്. The p orbital character is maximum in the covalent bonds of. ഇത് ഇവിടെ എന്താണ്? ഇവിടെ S ക്യാരക്ടർ അല്ല P ക്യാരക്ടർ ചോദിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷെ എന്തെന്നെ മതി നമുക്ക്? നേരത്തെ സെയിം കൺസെപ്റ്റ് ആണ്. നമ്മൾ പഠിക്കേണ്ട നോക്കേണ്ട എന്താണ്? ബോണ്ട് ആംഗിൾ ആണ്. അപ്പൊ ബോണ്ട് ആംഗിൾ വരുമ്പോൾ വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എത്രയാ? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 104 ഡിഗ്രി 28 മിനിറ്റ് അല്ലെ? സംതിങ് ആണ്, 28 ആണ്, എന്താണ് 104 ഡിഗ്രി 27 ആണ്, 27 മിനിറ്റ്. വാട്ടറിന് എത്രയാണ്? 104 ഡിഗ്രി 27 മിനിറ്റ്. ഓക്കെ. അമോണിയ ആണെങ്കിൽ 107 ഡിഗ്രി. H2S ഇപ്പോൾ പറഞ്ഞു 93 സംതിങ്, 93 ഡിഗ്രി. ഓക്കെ. ഇനി 92 ആണ്. H2S 92 ഡിഗ്രി. ഓക്കെ. പിന്നെ ഇവിടെ പറഞ്ഞത് PCl3 വേണം അല്ലേ? PCl3 എന്ത് ഈ പറഞ്ഞ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇതിന്റെ ബോണ്ട് ആംഗിളും ലോൺ പെയർ കാരണം കുറയും. ഇതിന്റെ ബോണ്ട് ആംഗിൾ പറയുന്നത് 103 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്കിതിപ്പോ ഇവിടെ എല്ലാതും അറിയണമെന്നില്ല. ഇവിടെ എന്താണ്? പീക്ക് ഓർബിറ്റൽ ക്യാരക്ടർ മാക്സിമം ആർക്കാന്ന് പറഞ്ഞാൽ മതി. ആർക്കായിരിക്കും മാക്സിമം? ഏറ്റവും കൂടുതൽ ആണോ? ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ അല്ലേ? ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ ഏത് കോമ്പൗണ്ടിനാണോ അതിനായിരിക്കും പി ഓർബിറ്റൽ മാക്സിമം. അതായത് പി ക്യാരക്ടർ പെർസെന്റേജ് പി ക്യാരക്ടർ ഇസ് പ്രൊപ്പോർഷണൽ ടു 1 ബോണ്ട് ആംഗിൾ. അത് ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ പി ക്യാരക്ടർ മാക്സിമം ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ. ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ ഏതിനാണ്? ഇവിടെ H2S നാണ്. അതുകൊണ്ട് H2S ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം. ക്ലിയർ ആയി? ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. നമുക്ക് ഒരു മോളിക്യൂളിന്റെ കൂടി ഹൈബ്രിഡൈസേഷൻ കാണാം. ഇത് പ്രീവിയസ് ചോദിച്ചൊരു ചോദ്യം അതിൽ നിന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ അതുപോലെ ജോമെട്രി ഒന്ന് കണ്ടുനോക്കാം. ഏതാന്ന് വെച്ചാൽ PO4 3- ആട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. ഞാനത് ക്വസ്റ്റ്യൻ കാണിക്കണമെന്നുള്ളൂ, അതിനെടുത്ത് പറയുന്നത് തന്നെയാണ്. PO4 3- ആണ് മോളിക്യൂൾ. ഇവിടെ എങ്ങനെ ചെയ്യും? ഞാൻ നെഗറ്റീവ് ചാർജ് ഒക്കെ വരുന്നത് കുറച്ചും കൂടി കാണിക്കാൻ വെച്ചിട്ട് ഇനി പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു മോളിക്യൂളിനെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ചെയ്തൊക്കെ നെഗറ്റീവ് ചാർജ് ആയിരുന്നു, പോസിറ്റീവ് കാണിക്കാം കേട്ടോ. ഇത് നോക്കാം ആദ്യം. ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം, 5 ആണ് ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺ. ഓക്സിജൻ എന്ത് വരും? ഓക്സിജൻ 5 വാലൻസ് ഇലക്ട്രോണും അതിന് പുറമെ എന്ത് വരും? 3 ചാർജ് ഉണ്ട്. 3 ചാർജ് പറയുമ്പോൾ 3 ഇലക്ട്രോൺ അല്ലെ? 3 ഇലക്ട്രോൺ കൂടി എന്ത് ചെയ്യും? എക്സ്ട്രാ ആയിട്ട് വരും. 3 ഇലക്ട്രോൺ ഞാൻ ഇവിടെ കൊടുക്കാണ്, 1 ഇലക്ട്രോൺ മുകളിൽ കൊടുക്കാണ്. ഇവിടെ സ്പേസ് ഇല്ല. അതായത് ഫോസ്ഫറസിന് 5 ഇലക്ട്രോൺ, 1 2 3 4 5. പിന്നെയോ? പിന്നെ 3 ഇലക്ട്രോൺ എക്സ്ട്രാ. ആ 3 എണ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. 3 എണ്ണം കണ്ടോ? 3 എണ്ണം എക്സ്ട്രാ ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ അത് അത്ര ഇലക്ട്രോൺ ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഓക്സിജൻ ബോണ്ട് ചെയ്യുമ്പോൾ ഓക്സിജൻ വാലൻസ് 2 ആണ്. ഇങ്ങനെ 2 എണ്ണമായിട്ട് ബോണ്ട് ചെയ്യും. അപ്പോഴോ ബാക്കി ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. എത്ര ബോണ്ട് പെയറാ? 3 ബോണ്ട് പെയർ അല്ലേ? ടോട്ടൽ എന്ത് വരും? ടോട്ടൽ 4 ഇലക്ട്രോൺ പെയർ വരും. 4 എണ്ണം വരുന്നു. 4 എണ്ണം വരും. എന്ത് വരും? sp3 ഹൈബ്രിഡൈസേഷൻ വരും. സ്ട്രക്ചറോ? ഇവിടെ 4 എണ്ണത്തിൽ ഒരു ലോൺ പെയർ വരുമ്പോൾ സ്ട്രക്ചർ എന്തായിരിക്കും? പിരമിഡൽ. അമോണിയൊക്കെ പോലെ പിരമിഡൽ ആണ് വരിക. ക്ലിയർ ആയി? നമുക്ക് എന്ത് അറിയോ? പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു മോളിക്യൂൾ എടുത്ത് നോക്കാം കേട്ടോ. എടുത്ത് നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ. നമ്മൾ എടുക്കുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് NO2+ ആണ് കേട്ടോ. NO2+. ഇതെങ്ങനെ എടുക്കും? നൈട്രജൻ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. 1 2 3 4 5 വന്നു അല്ലെ? ഓക്കെ. ഇനി ഇവിടെ ഒരു പ്ലസ് പോകുന്നില്ല, ഒരു ഇലക്ട്രോൺ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഈ അവസാനത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ ഒരു ഇലക്ട്രോൺ പോയി. അപ്പൊ ബാക്കി എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഓക്കെ. അപ്പൊ എന്ത് കിട്ടി? ഇവിടെ എത്ര ബോണ്ട് പെയർ ഉള്ളത്? 2 ബോണ്ട് പെയർ അല്ലെ? 2 ഇലക്ട്രോൺ പെയർ. വേറെ ലോൺ പെയർ ഒന്നുമില്ല. ബിക്കോസ് ഒരു ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ട് 2 ബോണ്ട് പെയർ കിട്ടും. സ്ട്രക്ചർ എന്ത് കിട്ടും? ലീനിയർ കിട്ടും. ലീനിയറിൽ വരിക, അതായത് 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ. ഹൈബ്രിഡൈസേഷൻ sp ആണ് വരിക. sp ഹൈബ്രിഡൈസേഷൻ ബിക്കോസ് 2 ബോണ്ട് പെയർ, 2 ഇലക്ട്രോൺ പെയർ ഇവിടെ ഉള്ളൂ. ലീനിയർ ആണ്. ഞാൻ അമോണിയം എടുത്ത് വയ്ക്കുക. അമോണിയം എടുത്ത് ഒന്നുകൂടി ക്ലിയർ ആവും.
അമോണിയ എടുക്കുമ്പോൾ NH4+. അമോണിയം അയോൺ ട്ടോ, അമോണിയ അല്ല, അമോണിയം അയോൺ ഉദ്ദേശിച്ചത്. അമോണിയം അയോൺ ഇങ്ങനെയാണ്, NH4+ ആണ്. അമോണിയ അഗെയിൻ 5 വന്നു. ഇവിടെ പ്ലസ് ചാർജ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നില്ല, ഇതില്ല ട്ടോ. ഇതില്ലാത്തതുകൊണ്ട് ബാക്കി ഹൈഡ്രജൻ ഇവിടെ 4 ഹൈഡ്രജൻ ഒരു ബോണ്ട ഫോം ചെയ്യാം, 4 കണ്ടോ. എന്ത് കിട്ടി? sp3 കിട്ടി. 4 ബോണ്ട് പെയർ sp3 കിട്ടി. ഹൈബ്രിഡൈസേഷൻ ടെട്രാഹൈഡ്രൽ വരും. ഇങ്ങനെയാണ് പോസിറ്റീവ് ഉള്ള സംഭവം നമ്മൾ ചെയ്യുക ട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പോസിറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ചാർജ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസിൽ നോക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ എന്തായി, ടൈം കുറച്ചായി. അപ്പൊ നമുക്ക് ഒരു 2-3 ചോദ്യം കൂടി നാളെ അടുത്ത ടോപ്പിക്ക് തുടങ്ങുന്ന മുന്നേ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ബാക്കി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നുള്ളൂ. ഇതേ ഫോർമാറ്റിൽ നമ്മൾ ഒരുപാട് സ്ട്രക്ചർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ റിപ്പീറ്റ് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇതേ സെയിം ഒരു മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ സെയിം സാധനം ചെയ്യാത്തത് കേട്ടോ. വേറെ മോഡലുള്ള ഒരു 1-2 ചോദ്യം ഉണ്ട്. അത് നമുക്ക് നാളെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ടോപ്പിക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഇതേപോലെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു.